അദ്ധ്യായം 86 സൂറത്തു ത്വാരിഖ്. രാത്രിയിൽ വരുന്നത്. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 17. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വചനം 1. വസ്സമായി, ആകാശം തന്നെയാണ്. വത്വാരിഖി, രാത്രി വന്നുമുട്ടുന്നതും അഥവാ കടന്നുവരുന്നതും തന്നെയാണ് സത്യം. വസ്സമായി വത്വാരിഖ്, ആകാശം തന്നെയാണ്. രാത്രി കടന്നുവരുന്നതും തന്നെയാണ് സത്യം. വചനം 2. വമ അദ്റാക, നിനക്കു എന്തറിയാം. മത്വാരിഖ്, രാത്രി കടന്നുവരുന്നത് എന്താണെന്ന്. വമാ അദ്റാക മത്വാരിഖ്, രാത്രി കടന്നുവരുന്നത് എന്നാൽ എന്താണെന്നു നിനക്കെന്തറിയാം. വചനം 3. അന്നജ്മു, നക്ഷത്രമാണ്. അസ്സാഖിബ്, തുളച്ചു ചെല്ലുന്ന, ശോഭയേറിയ. അന്നജ്മു സാഖിബ്, തുളച്ചു ചെല്ലുന്ന നക്ഷത്രമത്രേ അത്. വചനം 4. ഇൻകുല്ലു നഫ്സിൻ, എല്ലാ ഓരോ ദേഹവും ഇല്ല. ലമ്മ അലൈഹ, അതിൻ്റെ മേൽ ഇല്ലാതെ. ഹാഫിൽ, ഒരു സൂക്ഷിക്കുന്നവൻ, പാറാവുകാരൻ. ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്, എല്ലാ ഓരോ ദേഹവും അഥവാ ആളും തന്നെ അതിൻ്റെ മേൽ സൂക്ഷിച്ചു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇല്ലാത്തതായിട്ടില്ല. ആകാശത്തെയും നക്ഷത്രത്തെയും കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നു. നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് രാത്രിയായതുകൊണ്ട് രാത്രി കടന്നുവരുന്നത് അത്വാരിഖ് എന്നും, പ്രകാശിക്കുന്ന ശോഭയോടുകൂടിയുള്ളതാകൊണ്ട് തുളച്ചു ചെല്ലുന്നത് അസാഖിബ് എന്നും അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. നക്ഷത്രം കൊണ്ടുള്ള വിവക്ഷ പൊതുവിൽ എല്ലാ നക്ഷത്രങ്ങളുമോ ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ച് കാണുന്നത് പോലെ ഏതെങ്കിലും പ്രത്യേക നക്ഷത്രമോ ആകാവുന്നതാണ്. ഓരോ ആളെപ്പറ്റിയും സൂക്ഷിച്ചു വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാറാവുകാരൻ ഉണ്ടെന്നും ആരും അതിൽ നിന്ന് ഒഴിവില്ല എന്നുമാണ് അള്ളാഹു സത്യം ചെയ്തു പറയുന്നത്. മനുഷ്യൻ്റെ കർമ്മങ്ങളെല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയും എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ചില മലക്കുകൾ എല്ലാവരുടെയും കൂടെ ഉണ്ടെന്ന് സൂറത്തുൽ ഇൻഫിത്വാർ 10 കണ്ടുവല്ലോ. മനുഷ്യൻ്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകൾ ഉണ്ടെന്ന് സൂറത്ത് റഅദിലെ 11 പ്രസ്താവിച്ചിരിക്കുന്നു. സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പാറാവുകാരൻ ഹാഫിൽ എന്ന് ഇവിടെ പറഞ്ഞത് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഉദ്ദേശിച്ചാവാം. അള്ളാഹുവിനെ തന്നെ ഉദ്ദേശിച്ചുമാവാം. ഏറ്റവും നല്ല പാറാവുകാരൻ അവൻ തന്നെയാണല്ലോ. ഫല്ലാഹു ഖൈറുൻ ഹാഫിള. ഏതായാലും മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചലനങ്ങളും ഒന്നഴിയാതെ വീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അവനെ അള്ളാഹു ഉണർത്തുകയാണ്. വചനം 5. ഫൽയൻളുരി, എന്നാൽ നോക്കട്ടെ. അൽ ഇൻസാനു, മനുഷ്യൻ. മിമ്മ ഖുലിഖ, അവൻ എന്തിൽ നിന്നു സൃഷ്ടിക്കപ്പെട്ടു എന്ന്. ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ, എന്നാൽ മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ, അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. വചനം 6. ഖുലിഖ, അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മിമ്മാഇൻ, ഒരു വെള്ളത്തിനാൽ. ദാഫിഖ്, തെറിച്ചു വരുന്ന. ഖുലിഖ മിൻ മാഇൻ ദാഫിഖ്, തെറിച്ചു വരുന്ന ഒരു വെള്ളത്തിൽ നിന്നത്രേ അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വചനം 7. യഖ്റുജു, അത് പുറത്തു വരുന്നു. മിൻ ബൈനി സ്വൽബി, മുതുകല്ലിൻ്റെ ഇടയിൽ നിന്ന്. വറ്ററോഇബ്, നെഞ്ചല്ലുകളുടെയും. യഖ്റുജു മിൻ ബൈനി സ്വൽബി വത്തറാഇബ്, അത് മുതുകല്ലിനും നെഞ്ചല്ലുകൾക്കും ഇടയിൽ നിന്ന് പുറത്തു വരുന്നു. ഭക്ഷ്യസത്തുക്കളിൽ നിന്ന് ഉത്ഭൂതമാകുന്നതും ശരീരാംശങ്ങളിൽ നിന്നെല്ലാം ഒഴുകി വരുന്നതുമാണ് പുരുഷബീജവും സ്ത്രീയുടെ അണ്ഡവും. അതിൻ്റെ പ്രധാന കേന്ദ്രം പുരുഷൻ്റെ നട്ടെല്ലുകളും സ്ത്രീയുടെ മേലെ നെഞ്ചല്ലുകളുമാകുന്നു. അവിടങ്ങളിൽ നിന്നാണത് വെളിക്കു വരുന്നത്. അതുകൊണ്ടാണ് മുതുകല്ലിനും നെഞ്ചല്ലുകൾക്കുമിടയിൽ നിന്ന് അത് പുറപ്പെടുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത്.
മാതാപിതാക്കളുടെ ശരീരത്തിൽ നിന്ന് വാർന്നു തെറിച്ചു വീഴുന്ന ഒരു നിസാര ജലത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരു ബിന്ദുവിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുണ്ടാക്കപ്പെട്ടവനല്ലേ മനുഷ്യൻ. അവന് രണ്ടാമതൊരു ജീവിതം കൂടി നൽകുവാൻ അള്ളാഹുവിന് കഴിവില്ലെന്നോ? വചനം 8. ഇന്നഹു നിശ്ചയമായും അവൻ, അലാ റജ്ഇഹി അവനെ മടക്കുവാൻ ആവർത്തിക്കുന്നതിന്, ലഖാദിർ കഴിവുള്ളവൻ തന്നെ. ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ നിശ്ചയമായും അവൻ അഥവാ അല്ലാഹു അവനെ മടക്കി സൃഷ്ടിക്കുന്നതിനു കഴിവുള്ളവൻ തന്നെ. വചനം 9. യൗമ തുബ്ല പരിശോധിക്കപ്പെടുന്ന ദിവസം, പരീക്ഷിക്കപ്പെടുന്ന ദിവസം. അസ്സറായിർ രഹസ്യങ്ങൾ, സ്വകാര്യ ചെയ്തികൾ. യൗമ തുബ്ല അസ്സറായിർ രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം. വചനം 10. ഫമാലഹു അപ്പോൾ അവനില്ല, മിൻ ഖുവ്വത്തിൻ ഒരു ശക്തിയും, വലാ നാസിർ ഒരു സഹായകനുമില്ല. ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ അപ്പോൾ അവന് യാതൊരു ശക്തിയാകട്ടെ സഹായകനാകട്ടെ ഉണ്ടായിരിക്കുകയില്ല. സ്വകാര്യ ജീവിതത്തിൽ അവൻ നടത്തുന്ന എല്ലാ ഗൂഢപ്രവർത്തനങ്ങളും അവൻ്റെ വിചാരം, വികാരം, ഉദ്ദേശം, വിശ്വാസം മുതലായവയുമെല്ലാം ഖിയാമത്തു നാളിൽ പരിശോധനാ വിഷയമാകുന്നതും അതനുസരിച്ച് നടപടിയെടുക്കപ്പെടുന്നതുമാണ്. ഇന്ന് ഈ കാണുന്ന കഴിവും സ്വാധീനവും ഒന്നും തന്നെ അവന് അന്നുണ്ടായിരിക്കയില്ല. ആരും അവനെ രക്ഷിക്കുവാനും ഉണ്ടാകുന്നതല്ല. വചനം 11. വസ്സമായി ആകാശം തന്നെയാണ്, ദാത്തിർ റജ്അ മടക്കം ഉള്ളതായ, ആവർത്തനം ഉള്ളതായ. വസ്സമാഇ ദാതിർ റജ്അ ആവർത്തിച്ചു മഴ ചൊരിക്കുന്ന ആകാശം തന്നെയാണ് സത്യം. വചനം 12. വൽ അർള് ഭൂമിയുമാണ്, ദാതിസ് സദ്അ പിളരൽ ഉള്ളതായ, പിളരുന്നതായ. വൽ അർളി ദാതിസ് സദ്അ സസ്യലതാദികൾ മുളച്ചു പിളരുന്ന ഭൂമിയും തന്നെയാണ് സത്യം. വചനം 13. ഇന്നഹു നിശ്ചയമായും ഇത്, ലഖൗലുൻ ഒരു വാക്കു തന്നെ, വചനം തന്നെ, ഫസ്ൽ തീരുമാനമായ, ഖണ്ഡിതമായ. ഇന്നഹു ലഖൗലുൻ ഫസ്ൽ നിശ്ചയമായും ഇത് ഒരു ഖണ്ഡിതമായ തീരുമാനവചനം തന്നെയാകുന്നു. വചനം 14. വമാ ഹുവ അതല്ലതാനും, ബിൽ ഹസ്ൽ തമാശ, വിനോദം. വമാ ഹുവ ബിൽ ഹസ് ഇതു തമാശയല്ല. മടക്കം അഥവാ ആവർത്തനമുള്ളത് ദാത്തിർ റജ എന്ന് ആകാശത്തെ വിശേഷിപ്പിച്ചതിന് മഴ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും ഗോളങ്ങളുടെ ചലനം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും വിവക്ഷ നൽകപ്പെടാറുണ്ട്. ആദ്യത്തെ അഭിപ്രായത്തിനാണ് മുൻഗണന കാണുന്നത്. പിളരുന്നത് ദാത്തിസ്സദ എന്ന് ഭൂമിയെ വിശേഷിപ്പിച്ചത് മഴ നിമിത്തം സസ്യലതാദികൾ മുളച്ചു പൊന്തുമാറ് ചീർത്ത് പിളരുന്നത് എന്ന ഉദ്ദേശ്യത്തിലാകുന്നു. മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ചും അവൻ്റെ പുനരെഴുന്നേൽപ്പിനെക്കുറിച്ചും അവൻ്റെ ചിന്ത തിരിക്കുവാൻ പോരുന്നതാണ് ഈ സത്യവാചകങ്ങൾ. മനുഷ്യന് മരണശേഷം വീണ്ടും ഒരു ജീവിതമുണ്ടെന്നും അവൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നും പറയുന്നത് കേവലം തമാശയോ വിനോദമോ ഒന്നുമല്ല. യാതൊരു നീക്കുപോക്കുമില്ലാത്ത വിധം ഖണ്ഡിതവും അവസാനത്തേതുമായ വാക്കാണത് എന്നത്രേ അള്ളാഹു സത്യം ചെയ്തു പറയുന്നത്. വചനം 15. ഇന്നഹും നിശ്ചയമായും അവർ, യകീദൂന തന്ത്രം പ്രവർത്തിക്കുന്നു, കെയ്ദ ഒരു തന്ത്രം. ഇന്നഹും യകീദൂന കൈദാ നിശ്ചയമായും അവർ അഥവാ അവിശ്വാസികൾ ഒരു വമ്പിച്ച തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. വചനം 16. വ അകീദു ഞാനും തന്ത്രം പ്രയോഗിക്കുന്നു, കെയ്ദ ഒരു തന്ത്രം. വഅകീദു കൈദാ ഞാനും ഒരു വമ്പിച്ച തന്ത്രം പ്രയോഗിക്കുന്നതാണ്. വചനം 17. ഫമഹ്ഹിലിൽ ആകയാൽ താമസം നൽകുക അഥവാ സാവകാശം നൽകുക, അൽ കാഫിരീന
അവിശ്വാസികൾക്ക്, അംഹിൽഹും അവർക്കു താമസം ചെയ്തു കൊടുക്കുക, റുവൈദ അല്പം, കുറച്ച്. فمهل الكافرين أمهلهم رويدا. ആകയാൽ നബിയെ അവിശ്വാസികൾക്കു നീ കാലതാമസം നൽകുക, അവർക്കു നീ അല്പമൊന്നു താമസം ചെയ്തു കൊടുക്കുക. സത്യപ്രബോധനത്തെയും പ്രവാചകനെയും നിഷ്കാസനം ചെയ്യുവാനായി അവർ ഗൂഢതന്ത്രങ്ങൾ പലതും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പരാജയപ്പെടുത്തുവാനും മുട്ടുകുത്തിക്കുവാനുമുള്ള തന്ത്രങ്ങൾ ഞാനും നടത്തുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ധൃതിപ്പെടേണ്ടതില്ല. അല്പമൊന്ന് ക്ഷമിച്ചേക്കുക. താമസിയാതെ അവരെ ഞാൻ പരാജയപ്പെടുത്തുകയും പിടികൂടുകയും ചെയ്യാതിരിക്കയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ തന്ത്രം കുറിക്ക് കൊള്ളുമെന്ന് പറയേണ്ടതില്ലല്ലോ, അത് സംഭവിച്ചു കഴിയുകയും ചെയ്തുവല്ലോ.